ചെക്കര മൂട്. ഇങ്ങനെയൊക്കെ ചെയ്യാമോ നമ്മൾ നാളെയും കാണണ്ടേ മഞ്ഞക്കുറ്റി പറിക്കാമോ അങ്ങനെയൊക്കെ ചെയ്യാമോ. വികസനത്തിന് തുരങ്കം വയ്ക്കുന്ന ഒരു സർക്കാർ മഞ്ഞക്കുറ്റി പറിച്ചു. മഞ്ഞക്കുറ്റി എടുത്ത് ദൂരെ വിജയന്റെ മഞ്ഞക്കുറ്റി പറിച്ചെന്നാ. വിജയന്റെ മഞ്ഞക്കുറ്റിയോ? ഞങ്ങളിരുന്ന സമയത്ത് തന്നെ അത് പറിച്ചു കളഞ്ഞതാണ്. പ്രതിഷേധം വന്നപ്പോ തന്നെ അത് പുതിയ കാര്യമായിട്ട് അവതരിപ്പിക്കുന്നത് വേണ്ട. ഉളുപ്പില്ലല്ലോ ഇവർക്ക്. ആശാൻ അറിയില്ലേ നമ്മൾ പ്രതിഷേധം വന്നപ്പോ തന്നെ ഞങ്ങളത് മാറ്റിയപ്പോഴല്ലോ മാറ്റിയത്. കേന്ദ്രത്തിലോട്ടൊരു 3-4 റിപ്പോർട്ട് കൊടുത്തു. അപ്പോഴെല്ലാം കേന്ദ്രം അത് വെട്ടിത്തിരുത്തി. ഇതൊരു തരത്തിലും നടക്കൂല എന്ന് കണ്ടപ്പോഴത്തേക്ക് നിങ്ങള് പദ്ധതി ഉപേക്ഷിച്ചു. അത് ശരിയാണ് കേട്ടോ. അതായത് വിജയൻ സർക്കാരിന്റെ കാലത്ത് തന്നെ പദ്ധതി ഉപേക്ഷിച്ചായിരുന്നു. അതെ, പക്ഷെ ആ ക്രെഡിറ്റ് വി ഡി സതീശൻ കൊണ്ടുപോയി. ഈ നാണല്ലോ പദ്ധതി ഞാൻ അതെ, കല്ലിട്ടിട്ട് മറ്റേ ക്രെഡിറ്റ് എടുക്കാൻ വന്നതുപോലെയായി. കല്ല് ഞങ്ങൾ പിഴുതു മാറ്റി, അതിന്റെ ക്രെഡിറ്റ് മൊത്തം. ഇല്ല, കല്ല് നിങ്ങൾ പിഴുതു മാറ്റിയില്ലായിരുന്നു. പിഴുതു മാറ്റി ഇല്ല, പദ്ധതി ഞങ്ങൾ ഉപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞു. അതിന്റെ ക്രെഡിറ്റ് ആരെടുത്തു? സതീശൻ എടുത്തു. കാരണം ഇത് മറ്റേ പരിസ്ഥിതിക്ക് ആഘാതം ഉണ്ടാക്കും, കുടിയൊഴിപ്പിക്കൽ വേണ്ടി വരും എന്നൊക്കെ കേന്ദ്രത്തിന് റിപ്പോർട്ട് കൊടുക്കേണ്ടി വന്നു ഇവർക്ക്. അത് മനസ്സിലായപ്പോ ഞങ്ങൾ ഉപേക്ഷിച്ചല്ലോ. ഇതൊക്കെ എങ്ങനെ സഹിക്കും? എം വി ഗോവിന്ദൻ കൂറ്റനാട് വന്ന് അപ്പക്കച്ചവടം നടത്താൻ ഇരുന്നതായിരുന്നു. അപ്പം ഗോവിന്ദ വീട്ടിൽ ഇരുന്ന് ചുട്ടോളാൻ. ശ്യാമളയും മറ്റേ ഗോവിന്ദനോട് വീട്ടിൽ ഇരുന്ന് ചുട്ട് സഖാവിന് ആവശ്യമില്ലാത്ത പേരും വന്ന് അപ്പം ഗോവിന്ദൻ എന്ന പേരും വന്ന് എന്ത് കഷ്ടമായി പറഞ്ഞ ആ ഡയലോഗ് ഇപ്പോഴും നമ്മുടെ ചെവിയിലുണ്ട്. കേരളയിൽ വന്നാല് കൂറ്റനാട് കൊണ്ടുപോയി അപ്പം വിറ്റ് വരാം. ഇവർക്ക് വരെ ചിരി വരും. പക്ഷെ ക്രെഡിറ്റ് കൊണ്ടുപോയില്ലേ? അതേന്നെ, മഞ്ഞക്കുറ്റി പിഴാനും അന്ന് നിങ്ങൾ അനാവശ്യമായി കേസെടുത്തവരെ മുഴുവൻ കേസ് മറ്റേ റദ്ദാക്കാനുമുള്ള നീക്കം. ഞങ്ങൾ പിന്നെ ക്രെഡിറ്റ് വേണമെന്ന് പറഞ്ഞ് പുറകെയൊന്നും പോയില്ല. പണ്ട് കല്ലിട്ടിട്ട് ക്രെഡിറ്റിന് വന്നതുപോലെ ഞങ്ങളൊന്നും പുറകെ പോയില്ലേ. അതാണ് ഞങ്ങളുടെ മാന്യത. ഈ കേരളിന്റെ പേരിൽ മറ്റേ തൊലച്ചു കളഞ്ഞ 75 കോടി എന്തിനായിരുന്നു 75 കോടി ചെലവാക്കിയത്? അത് കുത്തി വെക്കാൻ, പാവപ്പെട്ടവന്റെ അടുക്കളയിൽ വരെ കുറ്റി കൊണ്ടുവയ്ക്കാൻ. നിങ്ങൾക്ക് കിട്ടിയ തിരിച്ചടി, അതായത് ഈ സർക്കാരിന്റെ കാലത്ത്, അല്ല പിണറായി സർക്കാരിന്റെ കാലത്ത് നിങ്ങൾക്ക് കിട്ടിയ ഏറ്റവും വലിയ 2 അടി ഏതാണെന്നറിയാമോ? ഒന്ന് കേരളയില്, ഒന്ന് ആശാവർക്കർമാർ. കാര്യം എന്താണെന്നറിയാമോ? പെണ്ണുങ്ങളോടാണ് നിങ്ങൾ യുദ്ധം ചെയ്യാൻ പോകുന്നത്. ശബരിമല അതത്ര നമുക്ക് മാറ്റിവെക്കാം. അതാണ് ഏറ്റവും വലിയ തിരിച്ചടി. അല്ല, ശബരിമലയല്ല. ഞാൻ പറയട്ടെ, എന്റെ അഭിപ്രായത്തിൽ നിങ്ങൾ കേരളത്തിലെ സ്ത്രീകളെ വെല്ലുവിളിക്കാൻ പോയി. കേരളത്തിലെ സ്ത്രീകളോട് യുദ്ധം ചെയ്തു. വല്ല കാര്യം ഉണ്ടായിരുന്നു? പെണ്ണൊരുമ്പെട്ടാലെന്ന് കേട്ടിട്ടില്ലേ? ഞങ്ങൾ സ്ത്രീപക്ഷ ബ്രഹ്മനും തടുക്കാനാകില്ല. പിന്നാണോ പിണറായിക്ക് എല്ലാ പെണ്ണാണ്ട് കിടക്കുന്നത്? നിങ്ങൾ സഖാത്തുകളുടെ കാര്യമാണോ പറയുന്നത്? ഞങ്ങളെ ഒരു വഴിക്ക് ആക്കിയല്ലോ. പെണ്ണൊരുമ്പെട്ടാലെന്ന് പറഞ്ഞപ്പോഴത്തേക്കാണ് മറ്റൊരു കാര്യം. ആര്യ രാജേന്ദ്രൻ എന്താടോ ശിവൻകുട്ടി സഖാവുമായിട്ട് പൊരിഞ്ഞ പോരാട്ടത്തിലേക്ക് പോകുന്നു. അതെ, അവര് വൻ പോരാട്ടം, അടി ഇടിപിടി. ശിവൻകുട്ടി സഖാവ് തിരുത്തണമെന്ന്. അല്ല, ശിവൻകുട്ടി സഖാവ് എന്തിനാ തിരുത്തുന്നത്? എന്തിന് വണ്ടി വലിഞ്ഞേറിയത്? വണ്ടിയിൽ എന്തിനു വലിഞ്ഞേറിയത്? എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. സഖാവ് എനിക്കത് ഇഷ്ടപ്പെട്ടിട്ടേ ഇല്ലായിരുന്നു. ഉള്ള വോട്ടും കൂടെ പോയി. അതെ, ഉള്ള വോട്ടും കൂടെ പോയി. എനിക്ക് തോന്നുന്നു മനഃപൂർവ്വം ശിവൻകുട്ടി സഖാവിനെ നിയമത്ത് തോൽപ്പിക്കാനുള്ള നീക്കമാണ് നടന്നത്. അല്ല പിന്നെ ആര്യ രാജേന്ദ്രനെ ഇറക്കേണ്ട കാര്യമുണ്ടോ അവിടെ? ഇതിനെയൊക്കെ പുറത്തിറക്കാതിരുന്നായിരുന്നെങ്കിൽ 10 വോട്ട് കൂടെ കൂടുതൽ കിട്ടിയാലേ. ഇത്രയും നന്നായിട്ട് പ്രവർത്തിച്ചൊരു മന്ത്രി തോറ്റിട്ടുണ്ടെങ്കിൽ ഇതിന്റെ പിന്നിൽ എന്തിനേറെ പറയുന്നു. ആര്യ രാജേന്ദ്രന്റെ മുടവൻമുകൾ വാർഡിൽ പോലും 8 നിലയിലാ പൊട്ടിയത്. ഇതൊക്കെ എന്തിനാ ഞങ്ങളെ വീണ്ടും ഓർമ്മിപ്പിച്ചു? എങ്ങനെ ഓർമ്മിപ്പിക്കാതിരിക്കും? എന്നിട്ട് വന്നിരുന്നത് ശിവൻകുട്ടി സഖാവിന്റെ നെഞ്ചത്തോട്ട് കയറുന്നു. ശിവൻകുട്ടി തിരുത്തണമെന്ന്. അത് എന്ത് വർത്താനം അത്? ഒഴിഞ്ഞു വിട്ടതാണ് ആശാനെ. ഞങ്ങൾക്ക് വേണ്ട. നിർത്തൂ. ഇപ്പോഴും ആ ഹുങ്കും അഹങ്കാരവും ആ സ്ത്രീയുടെ എന്തൊരു അഹങ്കാരം അത്! എല്ലാരും ശിവൻകുട്ടി സഖാവ് തോറ്റതിൽ എനിക്ക് എന്തോരം മനോവിഷമം ഉണ്ടായിരുന്നെന്നറിയാമോ? ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ആത്മാർത്ഥമായി പറയുന്നു, പിള്ളേർക്ക് വോട്ട് ചെയ്യാൻ അവസരം ഉണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും
ഉറപ്പായിട്ടും അദ്ദേഹം അതെ, ജയിച്ചു. എന്നെ പോലുള്ള കുട്ടികൾക്ക് തനിക്ക് 40 വയസ്സായില്ലേടോ, അവിടെ മാറിയില്ലടോ കേട്ടോ. എനിക്ക് ഞാൻ പറഞ്ഞില്ലേ, വേറെ ആര് തോറ്റാലും എനിക്ക് കുഴപ്പമില്ലായിരുന്നു. ശിവൻകുട്ടി സഖാവ് തോറ്റുപോയതിൽ എനിക്ക് അത്രത്തോളം വിഷമമുണ്ട്. കാര്യം എന്താണെന്നറിയാമോ? കേരളം കണ്ട ഏറ്റവും മികച്ച വിദ്യാഭ്യാസമാണ്. അത് ഞങ്ങൾ അനുവദിക്കുന്നു, അല്ല സമ്മതിക്കുന്നു. നിങ്ങൾ സമ്മതിക്കുന്ന കാര്യം നമ്മൾ സമ്മതിക്കും. ഞങ്ങൾ അത് എനിക്ക് വിഷമായി, എനിക്ക് വ്യക്തിപരമായിട്ട്. പക്ഷെ ഇപ്പോഴല്ലേ മനസ്സിലാകുന്നത് വൻ കളികളാണ് മാനവരെ നടന്നത് ആ നിയമത്ത്. അതെ, ഞങ്ങൾ സഖാവിനെ തോപ്പിക്കാൻ വേണ്ടി ആരോ കളി കളിച്ചു. നിങ്ങളൊക്കെ തന്നെ ആയിരിക്കും, കോൺഗ്രസ് BJP അല്ലാതെ ആര് കളിക്കും? അവര് പറയുന്നു നിങ്ങളാണ് മറ്റേ CJP, നിങ്ങൾ പറയുന്നു അവരാണ് KJP. ഇതെന്ത് പറയുന്നത്? തോറ്റതാരാണോ അവർക്കെതിരെ നിൽക്കുന്നവർ രണ്ടുപേരും തമ്മിൽ ഡിഷ്യൂ. ഇതാണ് ഇവിടുത്തെ ശാസ്ത്രം. അപ്പൊ കോൺഗ്രസും BJP തമ്മിൽ കള്ളക്കളി കളിച്ചിട്ട് മനസ്സിലാവുന്നുണ്ട്. എനിക്ക് മറ്റൊരു ചിത്രം കണ്ടപ്പോൾ വേദന വന്നു സുഹൃത്തുക്കളെ. ഏത് ചിത്രം? മുഖ്യമന്ത്രി അല്ല, മുൻ മുഖ്യമന്ത്രി നവീന് പോണില്ലല്ലേ? അതാണ് സഖാവിന്റെ വ്യക്തിമുദ്ര. മുൻ മുഖ്യമന്ത്രി, ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ്, അദ്ദേഹം 40 വണ്ടി പോലീസിന്റെ അകമ്പടി ഇല്ലാതെ റെയിൽവേ സ്റ്റേഷനിൽ ഒരു സ്റ്റീൽ ബെഞ്ചിൽ പോയിരിക്കുന്നു. അതിന് ഒരു അംഗരക്ഷകർ ആരുമില്ല. വേണ്ട, എങ്ങനെ നടന്ന മനുഷ്യനാ. പക്ഷെ ആ ചിത്രം കണ്ടപ്പോ എനിക്ക് വേദനിച്ചു. എവിടെ വേദനിച്ചു? നല്ല വേദന ഉണ്ടായിരുന്നു. നാക്കിലായിരിക്കും വേദനിച്ചത്, രണ്ട് പറയാനായിരിക്കും വേദനിച്ചത് അല്ലേ? എല്ലാരും കൂടി കൊണ്ട് തോപ്പിച്ച് ഞങ്ങളുടെ പിണറായി മനസ്സിലാക്കാൻ പോകുന്നതേ ഉള്ളൂ. നോക്കിക്കോ, ഒരു 6 മാസം ചൂക്കിണ്ടല്ലോ. നിങ്ങൾക്ക് ചിരിക്കുന്ന മുഖ്യമന്ത്രി കിട്ടില്ലോ 6 മാസം കഴിഞ്ഞു. ചിരിക്കുന്ന മുഖ്യമന്ത്രിയുടെ കാര്യം പറഞ്ഞപ്പോ നിങ്ങൾ ആ പോയിന്റ് എടുത്തിട്ടത് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ആദ്യത്തെ ആ വാർത്താ സമ്മേളനത്തിൽ VD സതീശന്റെ എക്സ്പ്രഷൻ അങ്ങനെ വന്നത് അബദ്ധത്തിൽ സംഭവിച്ച് അത് അങ്ങനെ അങ്ങ് വന്ന സംഭവമാണ്. അതോടെയാണ് പൂക്കി മുഖ്യമന്ത്രി എന്നുള്ള പേര് വീണത്. പക്ഷെ അത് കഴിഞ്ഞ് എന്തോ നടയി കാണിക്കുന്നത്. തിരിയുമ്പോ PR, അങ്ങോട്ട് തിരിയുമ്പോ PR, ഇങ്ങോട്ട് നീങ്ങിയ PR, പുറമോട്ട് നീങ്ങിയ PR. ഉളുപ്പ് വേണ്ടേ? ഞങ്ങളെ PR-ന് കളിയാക്കിയ ടീംസാണ് കേട്ടോ. VD സതീശനെ സംബന്ധിച്ചിടത്തോളം മറ്റേ നിലപാടിന്റെ രാജകുമാരൻ എന്ന് പറഞ്ഞിട്ട് പണ്ട് പിണറായി വിജയന് PR വർക്കാന്നും പറഞ്ഞുകൊണ്ട് പൊതുരെ പിണറായി വിജയനെതിരെ വിമർശനം നടത്തിയ ആളാണ് ഇപ്പൊ PR-ഉം കൊണ്ട് നടക്കുന്നത്. പിണറായിക്ക് അതായത് പിണറായിക്ക് സംഭവിച്ചത് എന്താണോ ഇങ്ങനെയാണ് പോക്കെങ്കിൽ നിങ്ങൾക്കും അതൊക്കെ തന്നെ സംഭവിക്കത്തുള്ളൂ. മനസ്സിലായില്ലേ? ഒരു പരിധി വരെയൊക്കെ ആൾക്കാരെടുത്ത് ഇങ്ങനെ സ്നേഹിക്കും, കുറെ കഴിയുമ്പോഴത്തേക്ക് എടുത്ത് നിലത്തേക്ക് അങ്ങിട്ടും. എന്തിനേറെ കൂട്ടത്തിലുള്ളവർ തന്നെ നിലത്തേക്ക് എറിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് PR വർക്കിന് വേണ്ടിയിട്ടുള്ള ഈ വാർത്താ സമ്മേളനത്തിനിടയിലുള്ള ഈ എക്സ്പ്രഷൻ ഉണ്ടല്ലോ, കുറയ്ക്കുന്നത് നന്നായിരിക്കും കേട്ടോ. അരോചകമായി തോന്നി തുടങ്ങിയിട്ടുണ്ട് നമുക്കിപ്പം. നിങ്ങൾ നിങ്ങളായിരിക്കുക. നിങ്ങൾ നിങ്ങളായിട്ടിരുന്നു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്താൽ ജനങ്ങൾ അംഗീകരിക്കും. ഒരു തവണ അല്ലാതെ VD സതീശൻ ഈ ശ്രമിക്കുന്ന എന്തിനാണെന്നറിയാമോ? ഞാൻ പറഞ്ഞുതരാം. അതായത് പിണറായി വിജയൻ ജനങ്ങളുമായിട്ട് സമ്പർക്കമില്ലാത്ത ആൾ, ചിരിക്കാത്ത മുഖ്യമന്ത്രി എന്നൊക്കെയുള്ള പേരുദോഷം വന്നല്ലോ. മാധ്യമങ്ങൾ എടുത്തിട്ട് അങ്ങനെ അങ്ങ് കുടഞ്ഞല്ലോ. അപ്പൊ എനിക്ക് അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാകരുത്, മാധ്യമങ്ങൾ എന്നെ അങ്ങനെ ചിത്രീകരിക്കരുത് എന്ന് കാണിക്കാൻ ഞാൻ വലിയ മറ്റേ ജനകീയനാണ് എന്ന് കാണിക്കാനുള്ളൊരു നീക്കം. ഈ പറയുന്ന പിണറായി വിജയൻ മാധ്യമങ്ങളോട് കടക്കുപുറത്ത് മാധ്യമങ്ങളെ ആട്ടിയിറക്കി എന്നൊക്കെ ഇന്നിപ്പോൾ മറ്റേ പറയുന്ന അതുപോലെയല്ല VD സതീശൻ എന്നൊക്കെ മറ്റേ താരതമ്യം ചെയ്യുന്ന മാധ്യമങ്ങളോട് ലേശ ഉളുപ്പൊക്കെ ആവാം കേട്ടോ, ലേശ ഉളുപ്പ്. ഈ പറയുന്ന VD സതീശൻ ഈ മാധ്യമങ്ങളെ എന്തെല്ലാം പറഞ്ഞിട്ടുണ്ട്. അതെ, ആ ചരിത്രമൊക്കെ ഒന്ന് ഓർക്കണം കേട്ടോ. മാധ്യമങ്ങൾ ഇങ്ങനെ അങ്ങ് വെള്ള പൂശരുത്. അതെ കേട്ടോ, അതിനൊക്കെ ഒരു പരിധിയുണ്ട്. 6 മാസം കഴിഞ്ഞിട്ട് ഇവര് തിരുത്തി പറയാശാനെ നോക്കിക്കോ. എന്തിനു തിരുത്തി പറയും? അത് ഈ ചിരിക്കുന്ന മുഖത്ത് നല്ലത് ഏതാ നമ്മൾ നല്ലതെന്ന് പറയും. അനാവശ്യം കാണിച്ചു കഴിഞ്ഞാൽ ആരാണേലും പിണറായി വിജയനാണേലും സതീശനാണേലും നമ്മൾ പറയും കേട്ടോ. ഈ ചിരിക്കുന്ന മുഖത്തിന് പിന്നിൽ പൂക്കിക്ക് മുമ്പ് പക്ഷെ നിങ്ങൾ രണ്ടുപേരും പറഞ്ഞു, നിങ്ങൾ ഇടതുപക്ഷവും വലതുപക്ഷവും പറയാത്ത ഒരു അപകടം ഇവിടെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. BJP-യുടെ ആ 3 സീറ്റ് വേവലാതി ഒന്നും ഇല്ലേ? വേവലാതി ഇല്ല. ഇന്ന് മേലയെ പോലെ വന്ന് 3 പേര് എന്തൊക്കെ പറഞ്ഞിട്ട് പോകണ്ട. അത്രേ ഉള്ളൂ, ഞങ്ങൾക്ക് അത്രേ ഉള്ളൂ. ഞങ്ങൾക്ക് ഇതൊക്കെ ഇത് നിയമസഭയിൽ എന്തായിരുന്നു MLA-മാരുടെ സത്യം. ഞങ്ങളുടെ G സുധാകരനും പിണറായിയും കൂടി കൈയെടുത്തത് കണ്ടോ? അതാണ് ഞങ്ങളുടെ രാഷ്ട്രീയ മര്യാദ. കുറെ പേര് ഇന്നലെ മുതൽ ഞങ്ങളുടെ അല്ല അവരുടെ. സുധാകരനോട് ചെറ്റത്തരം എന്ന് പറഞ്ഞത് ആരാ? ചെറ്റത്തരം എന്നല്ലേ പറഞ്ഞോളൂ. ചെറ്റയെന്നല്ലോ പറഞ്ഞത്. ചെറ്റയെന്ന് പറഞ്ഞോ? ചെറ്റത്തരം എന്നല്ലേ പറഞ്ഞത്. കുറെ എണ്ണം എല്ലാം വളച്ചൊടിക്കാൻ കുറെ എണ്ണം ഉണ്ട്. ഇമാതിരി രാഷ്ട്രീയ ഡിക്ഷണറിയും കൊണ്ട് നടന്നത് കൊണ്ടാണ് പിണറായി മൂലയിൽ ഇരിക്കേണ്ടി വന്നത്. നിങ്ങൾ ധാർഷ്ട്യം മാറ്റി, ശൈലി മാറ്റി തുടങ്ങിയെന്ന് തോന്നുന്നു കേട്ടോ. കഴിഞ്ഞ ദിവസമൊക്കെ മറ്റേ ഒരു വേദിയിൽ വന്നപ്പോഴത്തേക്ക് ഭയങ്കര ചിരിയായിരുന്നു പിണറായി.
നേരത്തെ ചിരിച്ചിരുന്നെങ്കിൽ 15-ാം വർഷം ഇരിക്കായിരുന്നല്ലോ. അച്ഛനെ ഒരിക്കൽ ദാമോദര ഷെട്ടി, പിന്നെ രാജേന്ദ്ര ഷെട്ടി, രാജ ഷെട്ടി, ഒരിക്കൽ വി.ഡി. സതീശൻ, പിന്നെ എന്താ വടക്ക് അത് തന്നെ വടശ്ശേരി ദാമോദരൻ. ഞങ്ങളുടെ മുഖ്യനെ നിങ്ങൾ കോരന്റെ മകൻ എന്ന് പറഞ്ഞ് കളിയാക്കിയത് ഓർക്കുന്നുണ്ട്. അതിന്റെ അങ്ങനെ കളിയാക്കേണ്ട കാര്യം എന്താണ്? ഞാൻ ചോദിക്കട്ടെ, അതിനേക്കാൾ വലിയ അന്തസ് വേറെ എന്തുണ്ട്? താഴെ തട്ടിൽ നിന്ന് വന്ന ഒരു സാധാരണക്കാരനിൽ സാധാരണക്കാരനായിരുന്ന ഒരു മനുഷ്യൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകുക എന്ന് പറഞ്ഞാൽ അത്ര നിസ്സാര കാര്യമൊന്നുമല്ല. നിങ്ങൾ അദ്ദേഹത്തെ മറ്റേ പിണറായിയെ ചെത്തുകാരന്റെ മോനെന്നും കോരന്റെ മോനെന്നും ഒക്കെ വിളിച്ച് കളിയാക്കിയിട്ടുണ്ട്. അതൊന്നും അങ്ങനെ കേൾക്കൂല, മനസ്സിലായിട്ടില്ല. പക്ഷെ അത് അഭിമാനമാണെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. അതെ, നമ്മൾ ഈ പറയുന്ന മോദിയെ ചായക്കടക്കാരൻ എന്ന് പറഞ്ഞ് കുറെ ആൾക്കാർ കളിയാക്കൂലേ? ചായക്കടക്കാരനായിട്ട് ഇരുന്ന ആളായിരിക്കും, പക്ഷെ അദ്ദേഹം രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ആയില്ലേ? നിസ്സാര കാര്യമാണോ അത്? അപ്പൊ നമ്മള് ഒരാളുടെ പണ്ടത്തെ സാഹചര്യം ഒക്കെ വെച്ച് നമ്മൾ കളിയാക്കുന്നത് അതൊക്കെ വെറും തേർഡ് റേറ്റ് രാഷ്ട്രീയമാണ് കേട്ടോ. മോദി ഇറ്റലിയിൽ പോയി ലൈൻ വലിക്കുന്നു. രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ കുറിച്ച് അങ്ങനെ പറയാൻ പാടുള്ളൂ. രാഷ്ട്രീയപരമായി നമുക്ക് എതിർപ്പുകൾ ഉണ്ടെങ്കിലും അല്ല, പിന്നെ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ ജോഡി. അത് ഇറ്റലിയിലെ മെലഡി ഒക്കെ കൊടുത്തിട്ട് വശത്തൊക്കെ നോക്കുന്നു, മനസ്സിലാവുന്നുണ്ടോ? ആശാനെ അത് അപ്പോഴേ ഞങ്ങളുടെ മുഖ്യനെ കോരന്റെ മകൻ എന്ന് പറഞ്ഞ് കളിയാക്കിയല്ലോ. അപ്പൊ അന്തസാണ്. അപ്പൊ ഞങ്ങള് വി.ഡി. സതീശനെ മേനോന്റെ മോനെ എന്ന് പറഞ്ഞ് കളിയാക്കുന്നില്ല, വിളിക്കുന്നില്ല, കുഴപ്പമില്ല. അദ്ദേഹത്തിന്റെ പറഞ്ഞില്ലേ, ഞാൻ എന്റെ മുഴുവൻ പേര് പറഞ്ഞതിൽ എന്താണ് തെറ്റ്? ഞാൻ എന്റെ അച്ഛന്റെ പേര് പറഞ്ഞു, എന്റെ അമ്മയുടെ കൂടെ പേര് പറയാൻ പറ്റാത്തതിൽ എനിക്ക് വിഷമമുണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ അപ്പോഴേ എനിക്ക് ചോദിക്കാനുള്ളൊരു ചോദ്യം, MLA ആയിട്ട് സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ എന്തായിരുന്നു അച്ഛനെ ഓർക്കാഞ്ഞത്? അമ്മയുടെ പേര് പറയണ്ടേ? അതാണ് നമ്മൾ പറയുന്ന ഈ ഇരട്ടത്താപ്പ്, മനസ്സിലായോ? അതാണ് അതിലെ ഇരട്ടത്താപ്പ്. അതെ, ഫുൾ പെട്ടെന്നൊരു ദാമോദര മേനോൻ വന്നതിന് ഒരു കാരണമുണ്ട്. അതായത് മൊത്തത്തിൽ ഇപ്പൊ ഒരു പറച്ചിലുണ്ടല്ലോ, വി.ഡി. സതീശൻ മറ്റേ ലീഗിന്റെ ആളാണ് എന്ന്. ലീഗിന്റെ ആളാണ് എന്ന്. അപ്പൊ അതിൽ നിന്നൊന്ന് മുക്തി നേടുന്നതിന് വേണ്ടി ഒന്ന് പറഞ്ഞതാണ് ദാമോദര മേനോൻ. എന്റെ മാനവരെ, എനിക്ക് നിങ്ങളോട് ഒന്നേ പറയാനുള്ളൂ. ഞാൻ പറയട്ടെ, ഒരു 6 മാസം കഴിയുമ്പോ ഈ ഗിമ്മിക്കളെല്ലാം താഴെ വീഴും, നോക്കിക്കോ. എനിക്ക് വി.ഡി. സതീശനോട് പറയാനുള്ളത്, നിങ്ങൾ മറ്റേ പൂക്കിയോ തൂക്കിയോ ഒന്നും ആകാൻ പോകണ്ട. കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിട്ടിരിക്കുക, മനസ്സിലായില്ലേ? PR വർക്കുകാർ പറയുന്നതും കേട്ടോണ്ട് ഈ ചാടിത്തുള്ളാൻ നിന്ന് കഴിഞ്ഞാലുണ്ടല്ലോ നാറി രാഹുൽ ഗാന്ധിയെ കൊണ്ട് PR വർക്കുകാർ എന്തെല്ലാം ചെയ്യിച്ചത്, എന്തെല്ലാം മനസ്സിലായില്ലേ? ഞങ്ങളുടെ മുഖ്യനാ ഇതൊക്കെ വൈറലാകുമായിരിക്കും. ഇതൊക്കെ ഇടയ്ക്ക് നമുക്ക് ഇങ്ങനെ വൈറലാകും, കാണാനൊക്കെ ഒരു രസമാണ്. പക്ഷേ ഒന്നും ഓവറായി പോകരുത്. അതെ, പിന്നെ ഓവറാക്കി ചളമാക്കാൻ നിൽക്കരുത്. ഈ കേരളത്തിലെ മാനവർ ഒരു 6 മാസത്തിനകം പറയും പിണറായി ആയിരുന്നു മികച്ച മുഖ്യമന്ത്രി എന്ന് പറഞ്ഞില്ലെങ്കിലുണ്ടല്ലോ ഞങ്ങളെ ഇങ്ങനെ വിളിച്ച ഇതുവരെ കഴിഞ്ഞില്ല. ഇതിന്റെ ഇടയിൽ കൂടെ മറ്റേ പുട്ടിന് വീര പോലെ പിണറായി വലിക്കണം മൂട്. ഒലക്കര മൂട്.